ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. അതായത് നമുക്ക് കാറിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ വണ്ടികളിൽ ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കണമെങ്കിൽ പോലും നമുക്ക് അതിന്റെ റേറ്റുകൾ കാരണം നമ്മൾ പലപ്പോഴും അത് ഒഴിവാക്കാറുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന റേറ്റിലുള്ള ഒരു ബ്രാൻഡ് സിസ്റ്റമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എന്തായാലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ബോസ്റ്റിക് എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു കമ്പനിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മാർക്കറ്റിൽ നല്ല രീതിയിലും നല്ല ക്വാളിറ്റി ആയിട്ട് പോകുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ്. ഇതിന്റെ റേറ്റിനെ വെച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്നത് 7,500 8,000 രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. നമ്മളിത് കൊടുക്കുന്ന ഒരു അട്രാക്റ്റീവ് റേറ്റിനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊരു 9 ഇഞ്ച് ആൻഡ്രോയിഡ് മ്യൂസിക് പ്ലെയർ ആണ്. നമ്മുടെ വണ്ടിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഐറ്റം തന്നെ പറയാം. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് നോക്കാം. ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആ സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കിട്ടിയിരിക്കുന്ന ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു മൈക്ക് വന്നിട്ടുണ്ട്. കാരണം നമുക്കിതിലേക്ക് ആൻഡ്രോയിഡ് നമ്മുടെ മൊബൈൽ ഇതിലേക്ക് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കോൾ എടുക്കാനും സംസാരിക്കാനും പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇവരൊരു മൈക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു കാർ ആക്സസറീസ് ഷോപ്പിൽ പോയിട്ട് ഇതുപോലത്തെ സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മൈക്കിൻ്റെയൊക്കെ പൈസ അവർ സെപ്പറേറ്റ് മേടിക്കാറുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത കേബിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ കണക്ഷൻസ് കേബിളുകളും അതുപോലെ തന്നെ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു GPS-ൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ GPS അറിയാൻ വേണ്ടി അതിൻ്റെ കാര്യത്തിന് വേണ്ടി അതിൻ്റെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാ ഓഡിയോ ഔട്ടിനും അതുപോലെ തന്നെ വീഡിയോ ഔട്ടിനും ക്യാമറയ്ക്കും ഉള്ള കേബിളുകളും എല്ലാം ജാക്കുകളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പവർ കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് കേബിളൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ ചെയ്യാം. ഓൾറെഡി നമ്മൾ പഴയത് ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് സെറ്റ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അത് മാറ്റി റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചൊരു എക്സ്പീരിയൻസ് ആൾക്കാരിൽ കാണിക്കേണ്ടതുണ്ട്. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ഐറ്റം. വലിയൊരു സ്ക്രീനാണ്. 9 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ഒരു വൈഡായിട്ട് തന്നെ നമ്മുടെ ഇത് കിട്ടും. നല്ലൊരു ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സൈഡിലാണ് ഇതിൻ്റെ ടച്ച് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിതിലേക്ക് ഓണോ ഓഫും അതുപോലെ തന്നെ സൗണ്ട് കൂട്ടാനെല്ലാം ഈ സൈഡിൽ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒരു മൈക്കിൻ്റെ ഇൻബിൽറ്റ് മൈക്കിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റീസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ആ റീസെറ്റിലൊന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇത് ഇൻബിൽറ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ബോർഡ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ക്ലാസ് D ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര ചെറിയൊരു സൈസ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഇതിന് പറ്റുന്ന ജാക്ക് തന്നെയായിരിക്കും നമ്മുടെ വണ്ടികളിലെല്ലാം വരാറുള്ളത്. ഇല്ലെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ ആൻറ്റിനയാടി കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടാണ് നമ്മുടെ GPS-ന് കൊടുക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തു പറയേണ്ടത് അത്യാവശ്യം അത്ര ഹെവി ഹീറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയതാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഹീറ്റോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ബോക്സിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസുകൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മിറർ ലിങ്ക് ഉണ്ട്. നമ്മൾ മൊബൈൽ ഇതിൻ്റെ അകത്ത് മിറർ ചെയ്യാൻ പറ്റും. പിന്നെ OTT പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന എല്ലാം നമ്മൾ സെറ്റുകളും ആമസോണും അതുപോലെ തന്നെ നമുക്ക് എന്തും ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുള്ളൂ. ഇതിൻ്റെ സൗണ്ട് പറയുന്നത് 5.1 സറൗണ്ടിങ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ iOS ആൻഡ്രോയിഡ് ഇതെല്ലാം ഇതിലേക്ക് സപ്പോർട്ടിങ് ആകുന്നുണ്ട്. 1 ഇയർ ആണ് ഇതിൻ്റെ വാറൻറ്റി പറഞ്ഞിരിക്കുന്നത്. 50x4 നമുക്കത് 50 വാട്ട്സ് ആണ് പെർ ചാനൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാറിൽ ഡിസ്പ്ലേ നോർമലുള്ളത് മാറ്റിയിട്ട് അപ്പോൾ അതിന് ഓൾറെഡി നമ്മുടെ സെറ്റിൽ വണ്ടിയിൽ ആൻഡ്രോയിഡ് സെറ്റ് വെച്ചുകൊണ്ട് തന്നെ വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഉപയോഗിക്കുന്നത് ഹോണ്ട അമീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ഇതിലേക്ക് പ്ലഗ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കണ്ട് ഇതിലെല്ലാം സെയിം പോർട്ടിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ ആൻഡ്രോയിഡ് സെറ്റിലും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പവറിൻ്റെയും അത് USB-യുടെയും എക്സ്റ്റേണലായിട്ടാണ് USB കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കണ്ടില്ലേ, നമ്മളിത് കണക്ഷൻസ് എല്ലാം കൊടുത്ത് നല്ല അടിപൊളി ഒരു സ്റ്റൈലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാനൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ കണ്ടിരിക്കുന്ന വലിയൊരു കവറിങ് ആണ്. ഇത് ശരിക്കും പല വണ്ടികൾക്കും പല രീതികളിലായിരിക്കും ഇതിൻ്റെ കവറിങ് വരുന്നത്. അപ്പോൾ ഏതാണ് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നത് അതിന് പറ്റുന്ന കവറിങ് മേടിച്ചിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് വന്നിട്ടുണ്ട്. ഇത് പക്കാ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു സൈസ് തന്നെയുണ്ട്. നമ്മൾ നോർമലി ചെറുതാണെന്ന് തോന്നിയാൽ പോലും നല്ലൊരു സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടച്ചിനൊക്കെ ആണെങ്കിലും നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തുള്ളൊരു വീഡിയോ നിങ്ങളൊന്ന് പ്ലേ ചെയ്യാം. കണ്ടില്ലേ, എത്ര ക്വാളിറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നല്ല ഒരു ഹൈ ഡെഫിനിഷൻസ് ഫയലുകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ USB ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു മൂവിയൊക്കെ കാണാനാണെങ്കിലും ലാഗൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്ലേ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുകയാണെങ്കിൽ നോർമൽ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന സെയിം സെറ്റിങ്സ് സെയിം കാര്യങ്ങളൊക്കെയാണ്. ഒരു മൊബൈലിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് നമ്മൾ വണ്ടിക്കായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നാവിഗേഷൻസിൻ്റെയും റിവേഴ്സിൻ്റെയും അങ്ങനത്തെ കുറേ ചെറിയ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഓണും ഓഫും ആക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയിൽ അതിൻ്റെ അകത്ത് ഏത് ടൈപ്പ് ക്യാമറ വെക്കാം, എത്ര ഹൈ ഡെഫിനിഷൻ വെക്കണം എന്നുള്ളതിൻ്റെയൊക്കെ അതിൻ്റെ ഉള്ള ഡീറ്റെയിലൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്കി നമ്മുടെ സെറ്റിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇത് പെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ നമ്മൾ ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നെസ്റ്റും പോസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഞാനൊരു സൗണ്ട് പ്ലേ ചെയ്തിട്ടാണ് FM-നൊക്കെ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമുക്ക് സാധിക്കും. മാനുവലായിട്ടും അതല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ക്വാളിറ്റി ഞാനത് കേൾപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു കോപ്പറേറ്റ് ഇല്ലാത്തൊരു സോങ് പ്ലേ ചെയ്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ സറൗണ്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി സൗണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസാണ് കിട്ടുന്നത്. കുറച്ചും കൂടെ നമുക്കൊരു ഹെവി ആയിട്ടുള്ളൊരു പഞ്ചും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നോർമലി കേൾക്കുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ സൗണ്ട് നമുക്ക് ഈ വണ്ടിക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കേൾക്കാം. പിന്നെ കുറച്ച് പഞ്ചിങ് ആയിട്ട് കൊടുക്കണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പവർ ആമ്പൊക്കെ വെച്ചിടുകയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് മ്യൂസിക്കിൽ പ്ലേ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിൽ പോപ്പോ, സോഫ്റ്റ്, റോക്ക് പല ടൈപ്പിലുള്ള ഇക്വലൈസർ ഉണ്ട്. അപ്പോൾ അത് ചേഞ്ച് അനുസരിച്ച് അതിൻ്റെ സൗണ്ടിലുള്ള ബേസിലും ട്രിബിളിലൊക്കെ ഇതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ലൗഡ് ഓണും ഓഫും എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കതിൻ്റെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ അറിയാവുന്നുള്ളൂ. എന്തായാലും ഈ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഐറ്റം തന്നെയാണ് നമ്മൾ ഇന്ന് ഓണം പ്രമാണിച്ച് നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങളത് ചെക്ക് ചെയ്യുക. നമ്മുടെ സൈറ്റ് ത്രൂ ആണെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാം. അതല്ലാതെ നമുക്കിത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാണെങ്കിലും നിങ്ങൾക്കിത് മേടിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 4500 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ മറന്നുപോയി. നമ്മളിത് സ്റ്റിയറിങ്ങിലേക്ക് അതിൻ്റെ കണക്ഷൻ കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള നിങ്ങളിന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിയറിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻസ് നമുക്കിതിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് മ്യൂസിക് ഒന്ന് ഇടാം. കണ്ടില്ലേ, മ്യൂസിക് ഇട്ടിട്ട് ഇതാണ് ജോയ്സ്റ്റിക്ക് പോലത്തെ ചെറുതുണ്ട്. അതിൽ നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ നെക്സ്റ്റും പോസും പ്രീവിയസും നമുക്കത് ഏത് രീതിക്കും ഇതിലേക്കിത് സെറ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. നമ്മുടെ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.